ഇറ്റ്സ് മീ ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്ന സ്കിൻ കെയർ വീഡിയോസ്, ഹെയർ കെയർ വീഡിയോസ്, സെൽഫ് കെയർ, അങ്ങനെ കുറച്ചൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് പണ്ടോട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ നിങ്ങളൊരു സ്കിൻ കെയർ ബിഗിനറോ അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സ്റ്റഡി ലീവിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു ലോങ് വീഡിയോ കൊണ്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വാങ്ങിച്ച് എനിക്ക് പെർഫെക്റ്റായിട്ട് ഓക്കെ ആയ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. സാധനം വേറൊന്നുമല്ല, ഒരു സൺസ്ക്രീനാണ്. ഇൻസ്റ്റയിലൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ആൾക്കാർ റിവ്യൂ പറയും, കുറേ ഹൈപ്പൊക്കെ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ ഇതൊരു ട്രൈ ചെയ്ത് നോക്കിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതൊരിക്കലും സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ കാശ് കൊടുത്ത് ഞാൻ പോയി വാങ്ങിച്ച് എൻ്റെ മുഖത്തും എൻ്റെ അമ്മയുടെ മുഖത്തും എൻ്റെ അനിയുടെ മുഖത്തും എല്ലാം തേച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുഴപ്പമില്ല, സാധനം പൊളിയാന്ന് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. സാധനം വേറൊന്നുമല്ല, ഈ ഡംഡോക്കിൻ്റെ 4% നയസിനമൈഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ് വിത്ത് SPF 50 PA+++. അപ്പം ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഒരു പർപ്പിളിൻ്റെ ഷോറൂം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയി വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വീക്ക് കൂടുതലായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. സാധനം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ കെയർ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇത് സ്യൂട്ടാവും. കാരണം എൻ്റെ എന്ന് പറയുന്നത് ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ, അത് കാരണം ഫേസിലൊക്കെ പോർസൊക്കെ ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് പക്ക കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് തന്നെയാണ്. അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ലപോലെ യൂസ് ആയിട്ടുണ്ട്. ഇത് 60 ഗ്രാമിൻ്റെ ആണിത്. ഇത് നോൺ ഗ്രീസി, നമുക്ക് ഫേസിലൊരു വൈറ്റ് കാസ്റ്റ് ഒന്നും തരത്തില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല പർപ്പിൾ കളർ. ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ ഇടാത്തതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ ഓൾറെഡി ഫേസിലൊന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കയ്യിലിട്ട് കാണിക്കുന്നത്. അതിന് വേണ്ട ഫേസിലിട്ട് കാണിക്കണമെങ്കിൽ ഞാനിങ്ങനെ കയ്യിലിട്ടെങ്കിൽ നിങ്ങളിനി ഞാൻ എന്താ ഫേസിലിട്ട് കാണിക്കാത്തേന്ന് ഉടായ്പാന്ന് പറയാം. അപ്പം ഞാൻ ഫേസിൽ തന്നെ ഇട്ട് കാണിക്കുക. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അതുപോലെ നമ്മുടെ ഫേസിലൊരു ഗ്രീസി എഫക്റ്റോ വൈറ്റ് കാസ്റ്റോ ഒന്നും തരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബായ ഒരു മാറ്റ് ഫിനിഷ് തന്നെ നമുക്ക് തരും. നിങ്ങളൊരു കോമ്പിനേഷൻ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്തോ. കാരണം നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ. അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് സാമ്പിൾ നോക്കാനാണെങ്കിൽ 199 ഒരു ചെറിയൊരു പൗച്ചിൽ ചെറിയൊരു ട്യൂബിൽ കിട്ടും. എല്ലാ സ്കിൻ ടോൺ ചേരും. ബട്ട് ഈവൻ കുറച്ചുകൂടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഫേസ് ഡള്ളാവില്ല, ഓയിലി ഫീല് തോന്നത്തില്ല, ഗ്രീസായിട്ട് തോന്നില്ല, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ. ആവശ്യമുള്ളവർ താഴെ കമൻറ്റിൽ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാനിത് ഷെയർ ചെയ്ത് തരാം, എൻ്റെ ലിങ്ക്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.